ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കൊറിയർ റെസ്റ്റോറൻറ്റിൽ പോകാനായിരുന്നു പ്ലാനിങ്. പ്ലാൻ മാത്രമേ നടന്നുള്ളൂ, പോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ബർഗർ വേണം. അപ്പോൾ ബർഗർ തപ്പി തപ്പി നടക്കായിരുന്നു. കൊറിയർ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ബർഗർ ഇല്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് കയറി. ഓർഡർ ചെയ്യാൻ ഏതെങ്കിലും സ്റ്റാഫ് വരുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. പിന്നെയാണ് മനസ്സിലാവുന്നത് നമ്മുടെ ടേബിളിൽ ഒരു QR കോഡ് തന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് ഓർഡർ ചെയ്യണം. ആഹാ, നല്ല അടക്കമൊതുക്കുള്ള കുട്ടി. കാത്തിരുന്ന് മതിയായിട്ട് വെള്ളം കുടിച്ച് വയറുനിറയ്ക്കാണ്. ഇനി ഫുഡ് വേണ്ടാവോ? എനിക്കിങ്ങനെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കിട്ടണ ചാൻസ് മിസ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഒരു ബർഗറും ഒരു വെറൈറ്റി അവിടെ റൈസും ചിക്കനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷുമാണ് ഓർഡർ ചെയ്തത്. ഫുഡ് കൊണ്ടുവരാൻ ലേറ്റ് ആയതുകൊണ്ട് എല്ലാ ആയുധങ്ങളും പല പല സ്ഥലത്തായിരുന്നു. കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരുവോളം കിട്ടുമെന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. എന്തോ വലിയൊരു സംഭവം എന്നൊക്കെ വെച്ച് ഓർഡർ ചെയ്താണ്. വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടി, അതന്നെ വലിയൊരു ഭാഗ്യം. ഇവരുടെ മിക്ക ഡിഷുകളും ഒട്ടും സ്പൈസി അല്ല. അത് കാരണം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ബർഗറും പാകം വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഡിന്നറിൻ്റെ ഒരു ചെറിയ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ലഞ്ച് ബോക്സ് മേടിക്കണം, ആ കഥയും പറഞ്ഞിട്ടാണ് വന്നത്. ഫുഡ് അടി മാത്രമേ നടന്നുള്ളൂ. നമ്മൾ ഏതെങ്കിലും ലഞ്ച് ബോക്സ് കാണിച്ചു കൊടുത്താൽ അത് എന്തായാലും പറ്റില്ല. അപ്പം പിന്നെ എന്തായാലും തന്നെ മേടിക്കട്ടെ എന്ന് വിചാരിച്ചു. അവസാനം ഈ ഒരു ലഞ്ച് ബോക്സിലാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഹെദറിന് വേണം ഒരു ലഞ്ച് ബോക്സ്. സ്കൂളിൽ പോയില്ലേ, എന്താ ലഞ്ച് ബോക്സിലിരുന്ന് വീട്ടിലിരുന്ന് കഴിക്കാമല്ലോ. എടുത്ത് പിടിച്ച് വന്നപ്പോൾ ആ ലഞ്ച് ബോക്സ് ചെറുതായിട്ടൊന്ന് പൊട്ടി. വേറെ എടുക്കാനാണെങ്കിൽ ആൾ സമ്മതിക്കണല്ലേ, സെയിം കളർ തന്നെ വേണം. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, സീ യു.